പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വലിയ വീഡിയോ ഒന്നുമല്ല, ചുമ്മാ ഞാൻ വന്നത് നമ്മുടെ കണ്ണാടൻ്റെ കൂടെ വന്നതാണ്. കണ്ണാടൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. നമ്മുടെ കണ്ണാടൻ്റെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു ഹായ് എടുത്തേ. ഒന്നും പറയണ്ട. കണ്ണാടൻ്റെ എന്നാ പറ്റിയത് നിനക്ക്? കൈക്ക് മസിൽ പൊട്ടിയാറേ. ഭയങ്കര ഇത് മുടി, എനിക്ക് ആ മുടിയിലാണ് നമ്മൾ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങൾ. വളമാണല്ലേ, ഭയങ്കര മറ്റേ എന്താണ്, പൂഴിയുടെ വളം അല്ലേ? അതെ, ഭയങ്കര പണിയല്ലായിരുന്നു. അപ്പൊ നേരെ അവന്റെ കൈ ഇച്ചിരി പ്രശ്നമായി, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എടാ കണ്ണാടാ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മള് ഒരു പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നു. വളരെ നല്ല ഇരുന്ന് സംസാരിക്കാം. കുറച്ച് നാള് നമ്മള് ഇരുന്ന് സംസാരിക്കാൻ അപ്പോൾ നമ്മൾ പേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേര് പറയാം എന്നാലും അല്ല, അൺസ്ക്രിപ്റ്റഡ് ഡയലോഗ്സ് ബൈ അജിത്. എന്തായാലും അൺസ്ക്രിപ്റ്റഡ് ആണല്ലോ. അതെ. അപ്പോൾ നമ്മള് ഇനി അത് ഈ ചാനലിൽ തന്നെയാണ്. നമ്മളിനി വലിയ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മള് ഈ ചാനലിൽ തന്നെ നമ്മൾ ഓട്ടോ വ്ളോഗ്സ് ഈ ചാനലിൽ പോകും. ചിലപ്പോൾ ഇതിനകത്ത് ഡെയിലി വ്ളോഗ്സ് പോലെ ചെറിയ സംഭവങ്ങൾ, ഇതേപോലെ ചെറിയ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ അതും അതിന്റെ കൂടെ ഈ ചെറിയ പോഡ്കാസ്റ്റ് എടാ ആരെ വെച്ച് നമുക്കിപ്പം നമ്മുടെ ചേർത്തലെ തന്നെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുള്ള ആൾക്കാർസൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്കുണ്ടല്ലോ, നമ്മൾ തന്നെ സംസാരിച്ചാൽ മതി. നമ്മുടെ അപ്പു ഉണ്ടല്ലോ, നമ്മൾ അതെ, നമ്മുടെ ഇപ്പം ഇവിടെ ഇവന്റെ ഒരു അനിയനുണ്ട്, അപ്പൊന്നുണ്ട്. അവൻ ഗരുഡൻ സംഭവം. അവൻ തന്നെ പറയണം, എന്നാലേ കറക്റ്റ് അറിയത്തുള്ളൂ. അവനെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതെ, നമ്മുടെ പിന്നെ നമ്മൾ ഇന്ന് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, കുറച്ച് അതിന് ഈ സ്റ്റുഡിയോ വർക്ക് കുറച്ച് പണിയുണ്ട്. വലിയ വർക്കൊന്നും അല്ല. ഇപ്പൊ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു ടെറസിന്റെ പൊക്കത്ത് ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു റൂമുണ്ട്, അത്യാവശ്യം പ്രൈവസിയിൽ ഇരിക്കാൻ പറ്റുന്ന റൂമുണ്ട്. കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി എക്കോ അടിക്കും. അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. നമ്മൾ ഈ മാസം അത് ഫുള്ള് പരിപാടി അതിൻ്റെ ചെയ്തിട്ട് വലിയ സെറ്റപ്പ് ഒന്നും ഉദ്ദേശിക്കില്ല ഗൈസ്. നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാനും ഇവനുണ്ടാവും, ചിലപ്പോൾ അപ്പു ഉണ്ടാവും. അപ്പം അപ്പുവിനെ വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പു ഉണ്ടാവും. അവൻ കുറച്ചാൾ കൂടി ഉള്ളു കേട്ടോ. അവനിപ്പം മറ്റേ തുഴച്ചിൽ തുടങ്ങാൻ പോലെ വള്ളംകളിയുടെ എന്റെ അനിയനാ. അത് നമ്മള് കഴിഞ്ഞ ഒരു 5 പ്രാവശ്യം അടുപ്പിച്ച് നെഹ്റു ട്രോഫി അടിച്ചില്ലേ PBCയിൽ തുഴയുന്ന ആളാണ്. അവർക്ക് ഇപ്പൊ ക്യാമ്പ് തുടങ്ങും ഈ മാസം. അപ്പം ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാ. അതിന് മുമ്പായിട്ട് തന്നെ അവന്റെ വീഡിയോ എടുക്കണം. നമുക്ക് വള്ളംകളിയുടെ വീഡിയോ എടുക്കാം. വള്ളംകളിയുടെ വീഡിയോ പറ്റുമോ നടത്തില്ല കാശ്. എനിക്ക് അനിയനുള്ളതുകൊണ്ട് നമുക്ക് ക്യാമ്പിലൊക്കെ പോകാൻ പറ്റും. ക്യാമ്പിലൊക്കെ പോയി നമുക്ക് അവിടുത്തെ വീഡിയോ അപ്പൊ അതിന് പോകാൻ പറ്റും. എനിക്ക് വള്ളംകളിക്ക് വരാൻ പറ്റുമോ നടത്തില്ല. അതായത് എനിക്ക് ലീവ് കിട്ടത്തില്ലടാ. വീഡിയോ എടുത്ത് തരാടാ. ഇവൻ വീഡിയോ എടുത്ത് വന്നോളൂ. അതിന്റെ കോപ്പിറൈറ്റ് ആണ് കൊടുത്താൽ മതില്ല. ചുമ്മാ പറഞ്ഞ. അപ്പൊ ഞാൻ ഇങ്ങനെ ആകാൻ കാരണം തന്നെ തന്നെയാണ്, പിന്നെ അല്ല. നശിപ്പിച്ചെന്നല്ല, നന്നാക്കിയെന്ന്. അതായത് ഞാൻ വീഡിയോ ഇടാൻ താമസിക്കുമെന്ന് ചോദിക്കും, എന്താടാ വീഡിയോ ഇടാത്തെന്ന് ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്ത ആളിൽ ഒരാളാണ് ഇവൻ. കുറെ പേരുണ്ട്. എനിക്ക് റോട്ടിൽ കൂടി നോക്കട്ടെ, അണലിയുള്ള സ്ഥലമാണ്. ആലപ്പുഴയാണ് കാശ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണലിയും മുറുക്കനും ഇത് കണ്ടില്ല. ഇതിന്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും പറയണ്ട. ഞങ്ങൾ ഒരു ദിവസം ഒരു മീൻ പിടിക്കാനുള്ള വീഡിയോ ഇട്ടില്ലായിരുന്നോ? അവിടെ നല്ല ഇഴജന്തുക്കളുള്ള സ്ഥലമാണ്. മൂർക്കനുണ്ട് അവിടെ. അതെ, അവിടെ ഭയങ്കര ഇതൊക്കെ ഉള്ളത്. അവിടെ ഉള്ള ഒരു പറയാറുണ്ട്. അങ്ങനെ അതിന്റെ കാശ് സർവത്ത് പിടിക്കണം. വലിയ സർവത്ത് ഇതാ കൂടാം. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുടിച്ച് വിശപ്പോയി ബിരിയാണി പറ്റൂല. അങ്ങനെ കൊള്ളാല്ലേ? കൊള്ളാം. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇടും. വേറെ ടേസ്റ്റ്. ഞാൻ ഇഞ്ചി ഇടത്തില്ല, ഉപ്പ് ഇടത്തില്ല. ഞാൻ ഇടുന്നതുകൊണ്ടെന്നറിയോ, ഇപ്പം ഞാൻ എപ്പോ സർവത്ത് പിടിച്ചാലും ഞാൻ ഇങ്ങനെ ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വല്ലായ്മയൊക്കെ ഉണ്ടെങ്കിലോ, ഇത് കൂടെ ORS ടൈപ്പ് സംഭവം അതാണ്. അപ്പം തൊട്ടടുത്താണ്. എനിക്ക് വിഷയമില്ല. 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപ ഒന്നാം കുടിച്ചിട്ട് വരാം. അല്ലേ വർക്കേഴ്സ് ഉണ്ടല്ലോ.
വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലേ പണിയാണോ, നമ്മള് പണി ചെയ്താലും നമ്മുടെ ശരീരത്തിൽ ഒരു ആരോഗ്യം ഉണ്ടാവും. അതാ വിഷയം. എനിക്ക് എന്തായാലും 2 മാസത്തേക്ക് പണി നടക്കത്തില്ല. ഈ നല്ല പെയിൻ ഉണ്ട്. ഇവിടെ തൊട്ട് ഈ ഒരു പെടല് തൊട്ടിട്ട് ക്യാമറ കുറച്ച് അത് പിടിക്കും, കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കണ്ടേ. പോർഷൻ അല്ലേ, ഇവിടെ തൊട്ട് ഈ മുട്ടിന്റെ ഈ ഒരു പോർഷൻ വരെ ഡാമേജ് ആണ്. ഇത് ആദ്യം പറ്റിയത്, ഞാൻ ചങ്ങനാശ്ശേരി വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ വെട്ടി ക്ലീൻ ആക്കുമല്ലോ. ക്ലീൻ ആക്കുമ്പോ മണ്ണിന്റെ അടിയിൽ ഒരു കരിങ്കല്ലുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോ ജസ്റ്റ് മണ്ണ് കിടക്കുന്നു. നമ്മൾ വെട്ടി നല്ല അത്യാവശ്യം ഫോഴ്സിലാണ് വെട്ടുന്നത്. കാരണം അങ്ങോട്ടൊക്കെ എന്ന് വെച്ചാൽ മണ്ണ് അത്യാവശ്യം ഉറപ്പുള്ള മണ്ണ. വെട്ടി വന്ന് അടുത്ത വെട്ടിയത് കരിങ്കല്ലിട്ടാ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ കൊടുത്ത ഫോഴ്സ് മൊത്തം തിരിച്ച് കയ്യെ തന്നെ കയറി. അന്നാണ് ആദ്യമായിട്ട് കൈക്ക് ഒരു സംഭവം പറ്റുന്നത്. അന്ന് 1 മാസം ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് കുറഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും പണിക്ക് പോയി. അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് പിന്നെ ചെറിയൊരു പെയിൻ തുടങ്ങിയായിരുന്നു. ഞാൻ അപ്പൊ കാര്യമാക്കില്ല. പിന്നെ നമ്മുടെ ജീപ്പ് ഉണ്ടല്ലോ, അത്യാവശ്യം ജീപ്പ് ഓടിക്കാൻ ഇച്ചിരി പാടല്ല. കണ്ടിന്യൂസ് ആയിട്ട് ജീപ്പൊക്കെ ഓടിച്ചു വന്നപ്പോഴത്തേക്കും സാധനം ഇച്ചിരി പണിയായി. അതാണ് ഇങ്ങനെയാണ്. ഇനിയിപ്പോ എന്തായാലും 2 മാസം ഇതിനിപ്പോ മരുന്നൊന്നുമില്ല. ചെറിയ എക്സസൈസ് ഉണ്ട്. ചെറുതെന്ന് വെച്ചാൽ ഒരു 5 പ്രാവശ്യമൊക്കെ ചെയ്യാവുള്ളൂ. ഓവറായിട്ട് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് മസിൽ. ഇവിടെ ഇപ്പം നല്ല വേദന പെയിൻ, പെടലിക്ക് നല്ല പെയിൻ ഉണ്ട്. ഈ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ട്. കിടക്കാനൊക്കെ പാടാം. നമ്മൾ തിരുമാൻ പാടില്ല. ചെറിയ എക്സസൈസ്, ചെറുതായിട്ട് ചൂട് വെക്കാം. തിരുമാൻ പാടില്ല. പിന്നെ എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് കൈ അനക്കാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ ഡെയിലി ഉണ്ട് ഫിസിയോതെറാപ്പി. ഡെയിലി ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഈ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ടുള്ള ഒരു സംഭവം, അത് നല്ല പെയിനാണ്. കാരണം ആ സൗണ്ട് ഉള്ളിൽ പോയിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ മസിലിനൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ എന്ത് സംഭവം ഇങ്ങനെ നമ്മുടെ ദേഹത്ത് വെക്കും. അതിങ്ങനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സാധനം. പിന്നെ ഉള്ളത് മസാജർ പോലത്തെ സംഭവം. അങ്ങനെ സംഭവം. പിന്നെ ഉള്ളത് ഇങ്ങനെ മറ്റേ നമ്മുടെ ECG ഒക്കെ വെക്കത്തില്ല, അതുപോലെ ഒരു 3-4 സാധനം ഇങ്ങനെ വെച്ചിട്ട് കറണ്ട് അടിക്കുമ്പോൾ അത് മസിലൊക്കെ ഇങ്ങനെ കിടന്നു ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അതും വേദന, അത്യാവശ്യം പെയിനുള്ള പരിപാടിയാണ്. അതല്ലാതെ പിന്നെ നമ്മൾ കൈ അനക്കാൻ പാടില്ല. ആ സാധനങ്ങൾ മാത്രം. അതാണ് വിഷയം. പിന്നെ ഇപ്പൊ മഴയൊക്കെ ആയിരുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റാഫ് ഉള്ളത് കൊണ്ട് ഇനിയുണ്ട്. ഒരു 6-7 സൈറ്റ് ഇനിയും കിടപ്പുണ്ട്. അത് മഴ കാരണം നിർത്തി വെച്ചതാണ്. ഈ ഒരു പ്രശ്നം കൊണ്ടല്ല, മഴ കാരണം നിർത്തി വെച്ചാൽ. ഇനിയിപ്പോ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സ്റ്റാഫൊക്കെ ഇപ്പൊ വരും. അപ്പൊ വേറെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വിട്ടേക്ക്. സെറ്റാവും. പിന്നല്ല നമ്മുടെ ബലരാമൻ കിടക്കുന്നുണ്ട്. നമ്മുടെ ജീപ്പ് കിടപ്പുണ്ട്. ഇനി ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ടയർ മാറിയടാ. ഓ അടിപൊളി. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയാൽ കണ്ടായിരുന്നു. ഇടുക്കിയിലൊന്ന് പോയല്ലോ. ഇടുക്കി ട്രിപ്പായിട്ടല്ല, ജസ്റ്റ് ഒന്ന് വണ്ടി കയറ്റി വെക്കാൻ വേണ്ടി. റെഡ് അലർട്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ ഏരിയസ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. മഴയത്തല്ലേ പോയത്? ഫുൾ മഴയാണ്. രാവിലെ 11 വരെ മഴയായിരുന്നു. ഷീറ്റൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണോ? അഴിച്ചിട്ടേക്ക്. അത് ഉണങ്ങാൻ വേണ്ടി അഴിച്ചിട്ട് ചുമ്മാ മേലോട്ട് കയറ്റിട്ടിരിക്കുന്നു. വലിയ ടൈറ്റ് ആവും. അതൊക്കെ വലിച്ചിട്ട് ചൂണ്ട ഇടാനൊക്കെ പോവാം. ഫുൾ ടൈറ്റ് ആണോടാ. പണിയുണ്ട്. എനിക്ക് കൈ കൊണ്ട് പോയാത്തോണ്ട് ഞാൻ ചെയ്യാം. വരും. അപ്പൊ വരും. ഇതിന്റെ വീഡിയോ നമ്മൾ കറക്റ്റ് ഇപ്പൊ ഒരു എത്ര മാസമായിക്കാണോ? 2-3 മാസം മുമ്പ് ഇട്ടിട്ടുണ്ട്. 2 മാസമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടേക്ക്. ഇപ്പൊ തന്നെ 2.2K ഒക്കെ ആയിട്ടുണ്ട് വ്യൂസ്. എന്നാലും പോയി ഒന്ന് കണ്ടേക്ക്. അടിപൊളിയായിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടേക്കണം കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ മറ്റേ ഇതെല്ലാം കൊടുത്തേക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ്. അത് വേറെ എവിടെയല്ല, നമ്മുടെ കണ്ണാടിൻ്റെ വീടിൻ്റെ പൊക്കത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആയിരുന്നു. അത് നമ്മളിപ്പോൾ ഇനി അവൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അത് നേരെ എന്താടാ അല്ലേ? ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് മൊത്തം ഔട്ട്ഡോർ പരിപാടിയാണല്ലോ. ഞാൻ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ നമുക്ക് വർക്ക് തുടങ്ങിയപ്പോൾ പിന്നെ സമയം കിട്ടത്തില്ല. നമ്മൾ രാവിലെ പോകുന്നു, രാത്രി വരുന്നു. ഇതിന്റെ ഇടക്ക് ഒന്നും സമയം കിട്ടുന്നില്ല. അപ്പം നമ്മളത് എടുത്ത് ഇപ്പൊ അത് ശരിക്കും ശങ്കരൻ അവന്റെ റൂമായിട്ട് യൂസ് ചെയ്യാം.